ആരുടെയും ഫേവററ്റും ഒട്ടും എക്സൈറ്റിംഗും അല്ലാത്തൊരു വ്യക്തിയായിരുന്നു ദിനേശ്. എന്നാൽ അവന് ഓഫീസിലെ മീരയോട് ഒരു പ്രണയമുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അവളും അവനോട് താല്പര്യത്തോടെ സംസാരിച്ചതും അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴാണ് അവരുടെ ബോസായ നകുലും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അവൻ അറിഞ്ഞത്. അതോടെ തന്നെ പോലൊരാൾ അവളെ ആഗ്രഹിച്ചത് തന്നെ തെറ്റെന്ന കുറ്റബോധത്തിൽ അവൻ അവളെ മറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരുടെ ഓഫീസ് ട്രിപ്പിന്റെ ഭാഗമായി എല്ലാവരും ജപ്പാനിലേക്ക് എത്തിയതും അവിടെ വെച്ച് ഒരു സംഭവം നടന്നു. സർപ്രൈസ് വിസിറ്റായി അവരുടെ ബോസായ നകുലിന്റെ ഭാര്യ അവിടെ എത്തുകയും വളരെ സന്തോഷത്തോടെ തങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് മീര ഉൾപ്പെടെയുള്ള ഓഫീസിലെ എല്ലാവരെയും അവർ അറിയിക്കുകയും ചെയ്തു. അതോടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തെന്നും പറഞ്ഞ് തന്നെ പ്രണയിച്ച് ഇപ്പോൾ തന്നെ വഞ്ചിച്ച നകുലിനോട് മീരയ്ക്ക് ദേഷ്യവും വെറുപ്പും വന്നതും പിന്നീട് അതൊരു പൊട്ടിക്കരച്ചിലായി മാറി. പിറ്റേ ദിവസം ഓഫീസിലെ എല്ലാവരും ഇന്ത്യയിലേക്ക് തിരിച്ചു പോയെങ്കിലും അവരുടെ കൂടെ പോകാതെ മീര 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് കണ്ട ദിനേശും അവിടുന്ന് തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. കനത്ത മഞ്ഞുവീഴ്ചയുള്ള ആ രാത്രിയിൽ തന്റെ വിഷമങ്ങളൊക്കെ തീർക്കാൻ ഒരു ബാറിൽ കയറി മദ്യപിച്ച മീര തിരിച്ചു പോരും വഴിയിൽ മഞ്ഞിൽ ബോധം കെട്ട് വീണതും അവളെ ഫോളോ ചെയ്യുകയായിരുന്ന ദിനേശ് പോലീസിന്റെ സഹായത്തോടെ അവളെ രക്ഷിച്ചു. എന്നാൽ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ വെച്ചാണ് അവൾക്ക് ഒരു ദിവസത്തേക്ക് ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാകുമെന്നും കഴിഞ്ഞ 1-2 വർഷത്തെ കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടാകില്ലെന്നും ഡോക്ടർ അവനോട് പറഞ്ഞത്. എന്നാൽ നാളത്തോടെ ഇതുവരെയുള്ള ഓർമ്മകളെല്ലാം തിരിച്ചു വരുമെന്നും ഇന്നത്തെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ നിന്നും നഷ്ടപ്പെടുമെന്നും കൂടി ഡോക്ടർ കൂട്ടിച്ചേർത്തു. അങ്ങനെ വീണ് കിട്ടിയ ഈ ഒരു ദിവസം അവളുടെ ബോയ് ഫ്രണ്ടായി മാറിയവൻ ജപ്പാനിൽ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അവളെ കൊണ്ടുപോവുകയും വളരെ ഹാപ്പിയാക്കുകയും ചെയ്തു. പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ട അവൻ ശരിക്കും തന്റെ കാമുകനാണെന്ന് തന്നെ വിശ്വസിച്ചെങ്കിലും അവസാന നിമിഷം അവളോട് അവൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് കേട്ടതും ആദ്യം അവൾക്കതൊരു ഷോക്കായി മാറിയെങ്കിലും പിന്നീട് ഈ ഒറ്റ ദിവസം കൊണ്ടാണ് താൻ അവനെയേറെ ഇഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞവൾ അവനെ ചേർത്ത് പിടിച്ചു. നാളെ എഴുന്നേൽക്കുമ്പോൾ താൻ ഇതൊക്കെ മറക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചൊരു വീഡിയോ എടുത്ത് അവൾ ഫോണിൽ സേവ് ചെയ്തു വെച്ചു. എന്നാൽ അവൾ ഈ വീഡിയോ കണ്ടാലൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും ഇതൊക്കെ ഒരു പ്രാങ്കാണെന്ന് കരുതി താൻ അവളുടെ മുന്നിൽ ഒരു കോമാളിയായി മാറുമെന്നുമുള്ള ചിന്ത അവന് വന്നതും പിറ്റേന്ന് കാലത്ത് തന്നെ എഴുന്നേറ്റ് അവളുടെ ഫോണിൽ നിന്നും അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ തന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി പിറ്റേന്ന് ഇന്ത്യയിലേക്ക് എത്തിയതും അന്നത്തെ ഒരു ദിവസം ജപ്പാനിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ചെറിയ രീതിയിൽ മിന്നിമറിയാൻ തുടങ്ങി. അവൾ അതിന്റെ പിറകിൽ ഒരു അന്വേഷണം നടത്തിയതും ഒടുവിൽ ഡിലീറ്റഡ് ഐറ്റംസിൽ നിന്നും അവൻ അന്ന് ഡിലീറ്റ് ആക്കിയ ആ വീഡിയോ കൂടെ കണ്ടതും ദിനേശ് തന്നെയായിരുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്നതെന്നും അവനെ തന്നെയാണ് താൻ സ്നേഹിച്ചതെന്നും അവൾ തിരിച്ചറിഞ്ഞു.